ഹലോ ഗൈസ്, ശ്രീ ഹിയർ. S24 ശരിക്കും ഞാൻ ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ വരെ മടിച്ചു. കാരണം ഇതിൻ്റെ എക്സിനോസ് എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. പക്ഷേ ഒരു വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പം എൻ്റെ കംപ്ലീറ്റ് പെർസെപ്ഷൻ തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഐ വാസ് റോങ് അബൌട്ട് S24. സോ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, ഹീറ്റിംഗ്, ഓവറോൾ പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്നല്ലേ. അതിനെക്കുറിച്ച് തന്നെ തുടക്കത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല. ദ തിങ് ഈസ്, ശരിക്കും ഞാൻ അമേസ്ഡ് ആയിപ്പോയി. കാരണം നിങ്ങൾ നമ്പേഴ്സ് മാത്രം എടുത്ത് നോക്കുക. N22 സ്കോഴ്സും ബെഞ്ച് മാർക്ക് സ്കോഴ്സും ഒക്കെ എടുത്ത് നോക്കുമ്പം 8 Gen 2-നെക്കാട്ടി ബെറ്ററാണ് എക്സിനോസിൻ്റെ 2400 എന്ന് പറഞ്ഞ പ്രോസസ്സർ. പക്ഷേ 8 Gen 3-ൻ്റെ ക്വയറ്റ് ആ മാർക്ക് എത്തുന്നില്ല. അത് ഒരു ബാഡ് തിങ് ആവണമെന്നില്ല. ഇൻ ജനറൽ അത് ഓക്കെയാണ്. പക്ഷേ എന്നെ ഇമ്പ്രസ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ 1, 2, 3 തവണ വീണ്ടും നിങ്ങൾ ആ പ്രോസസ്സർ ടെസ്റ്റ് ചെയ്യുമ്പം അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉള്ള പെർഫോമൻസ് തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ത്രോട്ടിലിങ്ങും വലിയ ഇഷ്യൂ ഒന്നുമല്ല. സോ ഇൻ ജനറൽ എനിക്ക് പറയാനുള്ളതും എനിക്ക് മനസ്സിലായതും ഈ പ്രോസസ്സർ അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്ത് അത്യാവശ്യം ഹൈ പെർഫോമൻസ് പ്രോസസ്സർ തന്നെയാണ്. ഇതിന് എനിക്ക് ഇച്ചിരി കൂടെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ അതിൻ്റെ GPU. എക്ലിപ്സിൻ്റെ 940 എന്ന് പറഞ്ഞ GPU ആണ്. എക്ലിപ്സിൻ്റെ GPU ആരോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ എടുത്ത് പറഞ്ഞു തരണ്ട. ഹൗ വിൽ ബി ദ GPU എക്സെപ്ഷണൽ, സൂപ്പർ ഗുഡാണ്. GPUവിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിങ്ങിനാണ്, PUBG ആണെങ്കിലും COD ഒക്കെ ആണെങ്കിലും 90 FPS ത്രൂ ഔട്ട് കളിക്കാൻ പറ്റും. ജെൻഷൻ ഇമ്പാക്റ്റ് ആണല്ലോ, എല്ലാം ഗെയിമിംഗ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഇത് ഭയങ്കര കേപ്പബിൾ ആയിട്ട് ഡിവൈസ്. ഈവൻ ദോ ഈ ഫോൺ ഗെയിമിങ്ങിന് ഓറിയൻറ്റഡ് അല്ല, ഞാൻ എന്നാലും ഇതിൻ്റെ കേപ്പബിലിറ്റി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനൊരു ഹെവി ഗെയിമറല്ല. പക്ഷേ ഇതിനകത്ത് യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഗെയിമിംഗ് സ്റ്റാൻഡ് പോയിന്റ് ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഗൈസ്, ഒരു കാര്യം കൂടെ, നിങ്ങൾ ട്രിവാൻഡ്രത്താണ് ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് ട്രിവാൻഡ്രത്തു നിന്ന് പോയി എടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ അവർ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ, ആൻഡ് അവർക്ക് എല്ലാ ഫോണും റെഡിലി സ്റ്റോക്ക് ഉണ്ട്, അല്ലെ എടുത്തും തരുമെന്നാണ് പറഞ്ഞത്. സോ ആ ഒരു ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം മാക്സിമം. പിന്നെ GPUവിനെ എയ്ഡ് ചെയ്യാനുള്ള അതിന് പ്രോസസ്സറിന് AI കുറച്ച് ഫീച്ചേഴ്സും AI കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സറാണ്. സാംസങ് AI എന്ന് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഇത് ഫുള്ളി കേപ്പബിൾ ആയിട്ട് ഇതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. സോ ഗെയിമിങ്ങിന് ഈ പ്രോസസ്സർ അന്യായം. അപ്പം ഡേ ടു ഡേ വെബ് സർഫിങ്ങിനും കാഷ്വൽ കോളിങ്ങും കാര്യങ്ങൾക്കും ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം വെൽ ഒപ്റ്റിമൈസ്ഡ് ആയുള്ള ചിപ്സെറ്റ് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഹൗ അബൌട്ട് ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് വീണ്ടും ഞാൻ അമേസ്ഡ് ആയിപ്പോയി. കാരണം ഇവർക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് വലിയൊരു വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് അത്യാവശ്യം വെൽ കണ്ടെയ്ൻഡ് ആണ്. ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു കുഞ്ഞു ഫോണായതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള പാനൽ അല്ലെ സർഫസ് കുറവാണ്. കുഞ്ഞു ഫോണായതുകൊണ്ട് ആ ഫോൺ പെട്ടെന്ന് പോകുമ്പോൾ, കുഞ്ഞു ഫോണായതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു ഫോണിന് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കണം. കണ്ടക്ട് ചെയ്യാൻ ഒരുപാട് ഏരിയ ഇല്ല. പക്ഷേ ഒരു അനോയ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും അത് വോമായിട്ട് വരത്തില്ല. ഒരു അണ്ടർ 45 ഡിഗ്രി സെൽഷ്യസിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും പറ്റും. ഒരു കേസൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിനാണെങ്കിലും എക്സ്റ്റൻസീവ് യൂസേജിനാണെങ്കിലും ഓവർ ഹീറ്റ് ചെയ്യുന്ന ത്രോട്ടലിങ് ഇഷ്യൂസും ഒന്നുമില്ല. ഹീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം ഡ്രോപ്സോ പെർഫോമൻസിനകത്ത് വിട്ടുവീഴ്ചകളോ അങ്ങനത്തെ ഒന്നുമില്ല. സോ ഹീറ്റിംഗ് ഈസ് ഓൾസോ വെരി വെൽ കണ്ടെയ്ൻഡ്. എക്സിനോസ് 2400 സീരീസ് ഇതുവരെ തന്നെ ഇമ്പ്രസ് ചെയ്തു. പക്ഷേ ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ചെറിയൊരു പാഴ്ച പറ്റിയത്. ഇൻ പേപ്പർ ഇത് S23യെക്കാട്ടിയും ബിഗ്ഗർ ബാറ്ററിയാണ്. പക്ഷേ റിയൽ ലൈഫ് യൂസേജിൽ ഞാൻ പറയാൻ പോവാം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് S23 ആ ബാറ്ററി ലൈഫൊക്കെ കിട്ടുന്നുള്ളൂ. മാക്സിമം അതിനെക്കാട്ടി ഒരു 5-10 മിനിറ്റ് കൂടുതൽ കിട്ടുന്നുള്ളൂ. എനിക്ക് എക്സാക്ട് സെയിം ടു സെയിം ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് എക്സിനോസ് ഇച്ചിരി കൂടെ പവർ എഫിഷ്യൻ്റ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഇമ്പ്രസീവ് ആണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചെറിയ വിട്ടുവീഴ്ച എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെയാണെന്ന് തോന്നുന്നു എക്സിനോസിന് ഇച്ചിരി കൂടെ വർക്ക് ചെയ്യാനുള്ളത്. അതും കൂടെ വർക്ക് ചെയ്താൽ ഷുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് പ്രോസസ്സർ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഒരു എക്സിനോസ് ആയതുകൊണ്ട് തന്നെ ഇത്ര നാൾ ചെക്ക് ചെയ്തിരുന്നതിൻ്റെ ഒരു റിഗ്രറ്റ് എനിക്കുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റാൻഡ് പോയിന്റ് വെച്ച് ബാക്കി എല്ലാം എന്നെ അത്യാവശ്യം നല്ലോണം ഇംപ്രസ് ചെയ്തൊരു ഡിവൈസ് തന്നെയായത്. സോ പ്രോസസ്സിങ്, പെർഫോമൻസ്, ഹീറ്റിംഗ്, GPU, AI സ്റ്റഫ് എന്നൊക്കെ പറഞ്ഞാൽ റിയലി ഇംപ്രസീവ്. എക്സിനോസ് ഈ വട്ടം നല്ലോണം അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഫോണിന് വേണ്ടി നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമുക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്യുമ്പോഴും അറിയാം. ത്രോട്ടലിംഗ് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. സോ ഈ സ്റ്റാൻഡ് പോയിന്റിൽ യു ക്യാൻ ട്രസ്റ്റ് മീ, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. എക്സിനോസ് ഡിഡ് എ റിയലി ഗുഡ് ജോബ്. ഇനി ഫോൺ ഫിലോസഫീനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയാം. ഗൈസ്, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഭയങ്കര വലിയ ഫോണല്ല. ഇതൊരു കറക്റ്റ് ഒരു കുഞ്ഞ് സിമ്പിൾ ക്ലീൻ മിനിമൽ യൂസേഴ്സിനൊക്കെ വേണ്ടിയുള്ള യൂസേജുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കോളിങ്ങും കാഷ്വൽ യൂസേജും ചെറുതായിട്ടൊക്കെ വേണ്ട ഗെയിം കളിങ്ങും എപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു കുഞ്ഞ് ഫോൺ വേണ്ട, ടെക് മിനിമലിസം അപ്രോച്ചൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെവി ഡ്യൂട്ടി യൂസർ, പവർ യൂസർ അവർക്കൊന്നും ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല. അവരിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഞാൻ പറയും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം ഗൈസ്.
ഡിസൈൻഡ് റിയലി ഗുഡ്. ആദ്യം തന്നെ S23 നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല ഡിസൈൻ. ഞാൻ ഇത് S23 ആയിട്ട് കമ്പയർ ചെയ്ത് പറയാം, കാരണം ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുള്ള ഇതെടുക്കണോ S23 എടുക്കണം എന്നുള്ളത്. അതെല്ലാം അവസാനം പറഞ്ഞുതരാം. S23 നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. സൈഡിൽ അലുമിനിയം ഫ്രെയിമാണ്. അലുമിനിയം ഫ്രെയിം മാത്രമല്ല, അത് പിയോട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു കോർണർ കർവിഷൊക്കെ ആയിരുന്നു S23. അതൊന്നും ഇപ്പോൾ ഇല്ല. കറക്റ്റ് ഐഫോൺ ഇൻസ്പയർഡ് ആയിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി ലൈക്ക് ഇറ്റ്. അത് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഷാംപേഡ് ഫിനിഷും കൂടെ ആയതുകൊണ്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. ദ തിങ് ഇസ് IP68 ഉണ്ട്, പ്രൊട്ടക്ഷൻ കാര്യങ്ങളും സർട്ടിഫിക്കേഷൻസും എല്ലാം ഉണ്ട്. ഡിസൈൻ ഇൻ ഹാൻഡ് ഫീലാണ് സുപ്രീം. S23-നെക്കാട്ടിയും ബെറ്റർ ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഈ വട്ടം വെയിറ്റും എനിക്ക് ഇച്ചിരി കൂടെ കൂടുതലാണോ കുറഞ്ഞാണോ എനിക്കറിയത്തില്ല. S23-നെക്കാട്ടിയും ബെറ്റർ ഇൻ ഹാൻഡ് ഫീൽ ഈ ഫോണുണ്ട്. കാരണം അതിൻ്റെ ആ ഷാർപ്പ് കോർണേഴ്സ് ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി കൂടെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എടുത്ത് ഈ ഫോൺ കയ്യിൽ വെച്ച് പറഞ്ഞ ആദ്യ സംഭവം ഇതൊരു പെർഫെക്റ്റ് ഫോണാണ് കൈ പിടിക്കാനും യൂസേജിനും ഒക്കെ. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇൻ ഹാൻഡ് ഫീൽ സുപ്രീം. പിന്നെ അടുത്ത വേറൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേനെ ഗൈസ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഞാൻ അവിടെ പറഞ്ഞു വെറുപ്പിക്കുന്നൊന്നുമില്ല. LTPO 2600 സ്പീക്ക് ബ്രൈറ്റ്നസ്, സൂപ്പർബ് കളേഴ്സ്, AMOLED, HDR10+, എല്ലാ സർട്ടിഫിക്കേഷൻസ് തേങ്ങ മാങ്ങ ചക്ക. പക്ഷേ എനിക്കൊരു ഒബ്സർവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ S23-ൻ്റെ അത്രയോ S23 അൾട്രേൻ്റെ അത്രയൊന്നും ഈ S24 സീരീസിനെ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ വൈബ്രൻസിയോ ഡിസ്പ്ലേ സാച്ചുറേഷൻസോ ചെറുതായിട്ടൊരു പൊടിക്ക് കുറച്ച് പോലെ തോന്നി. ദാറ്റ് ഈസ് ഗുഡ് തിങ്. എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. അത് റിലേറ്റീവ്ലി എനിക്കത് മനസ്സിലായ ക്യാമറ ഉപയോഗിച്ചപ്പോഴാണ്. ക്യാമറയിലേക്ക് നമുക്ക് വരാം. പക്ഷേ സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ് എനിക്ക് തോന്നുന്നു S23-നെക്കാട്ടി ഇച്ചിരി കൂടെ ബെറ്റർ സ്പീക്കർ. അതിന് എനിക്ക് ആ മെഷീനകത്തുള്ള വ്യത്യാസം ആയിരിക്കാം ഇച്ചിരി കൂടെ ലൗഡറായിട്ട് തോന്നുന്നത്. ആ ഹാപ്റ്റിക്സ് എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതിനാണ് സുപ്രീം ബെസ്റ്റ് ഇൻ ക്ലാസ് ടോപ്പ് ടിയർ. ക്യാമറാസിനെ കുറിച്ച് പറയുമ്പം ആൾക്കാർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ S23-കാട്ടിയും മാർജിനബിളി ബെറ്റർ ആണോ, അത് S23-കാട്ടിയും അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ക്യാമറ സിസ്റ്റം ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഇതൊരു റിഫൈൻമെൻറ്റ് അപ്ഗ്രേഡാണ്. ക്യാമറയും ഫോൺ ത്രൂ ഔട്ട് ഒരു പോളിഷിങ് അപ്ഡേറ്റ്. അതുകൊണ്ട് ക്യാമറയിൽ എനിക്ക് ഏറ്റവും നോട്ടീസ് ചെയ്യാൻ പറ്റും ചെറിയ കാര്യം ലൈക്ക് സ്കിൻ ടോൺ ചെയ്യട്ടെ ഒരു കിഡിലും ആക്യുറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഫോട്ടോയുടെ HDR-ഉം കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ സ്ലൈറ്റ് ട്വീക്ക് ഇൻ പ്രോസസ്സിങ്ങോ. ഒപ്റ്റിക്സ് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ സെയിം അറിയാൻ ഒരു ഉപയോഗിച്ചേക്കുന്ന 50 MP, മെയിൻ ഷൂട്ടർ 10 MP, ടെലിഫോട്ടോ 12 MP വൈഡ് ആംഗിൾ. അതെല്ലാം മാറ്റി വെച്ച് നോക്കണേ. പ്രോസസ്സിങ് രണ്ടാമത്തെ ഒബ്സർവേഷൻ അവർ ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഡീസാച്ചുറേറ്റഡ് ഇമേജ്. ഡീസാച്ചുറേറ്റഡ് ഞാൻ പറയുന്നില്ല, ആ സാംസങ്ങിൻ്റെ കത്തി നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അവർ കുറച്ചെന്ന് തോന്നുന്നു. അതെന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ സൈഡ് ബൈ സൈഡ് ഫോൺ വെച്ച് കമ്പയർ ചെയ്യണം. നൈറ്റിലാണെങ്കിലും കുറേ ബ്ലോഗേഴ്സും റെഡിറ്റിലും കുറേയിലും ഒക്കെ ഞാൻ വായിച്ചെന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന്. S23-കാട്ടിയും ഇച്ചിരി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് S24 നൈറ്റിലുണ്ട്. പ്രോബബ്ലി അത് പ്രോസസ്സിങ്ങിൻ്റെ ആയിരിക്കാം, വേറെ ഒന്നും അല്ല. എനിക്ക് മാർജിനബിൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയ നല്ല സ്കിൻ ടോൺ ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ബെറ്റർ HDR ആൻഡ് ഇച്ചിരി കൂടെ ബെറ്റർ കളർ പ്രോസസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വീഡിയോ സൈഡിലൊക്കെ S23 വെച്ച് നോക്കുമ്പം അതേപോലെ തന്നെ. ബട്ട് ഓവറോൾ ക്യാമറ ആ ഒരു സിസ്റ്റത്തിന് ഇച്ചിരി കൂടെ റിഫൈൻമെൻറ്റും പോളിഷിങ്ങും ഒക്കെ കിട്ടിയ പോലെ തോന്നി. S23 എങ്ങനെ ആയിരിക്കേണ്ടതെന്ന് വെച്ചൊരു ക്യാമറ സിസ്റ്റം അത് കറക്റ്റ് S24 അവർ ഫിക്സ് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നിയത്. ഇറ്റ്സ് റിയലി ഗുഡ്, റിയലി ഇംപ്രസീവ്. ഭയങ്കര മാജിക്കലോ ഭയങ്കര ബോങ്കേഴ്സോ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ S23 S24 അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇപ്പോഴും പറയാൻ മാർജിനൽ സിമ്പിൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. അതും സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പോകുന്നത്. ക്യാമറ സിസ്റ്റം ഐ റിയലി ലൈക്ക് ഇറ്റ്, ഡിഗ് ഇറ്റ്. UI ആൻഡ് സോഫ്റ്റ്വെയർ എലമെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഗൈസ് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ആൻഡ്രോയിഡിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അവരുടെ അനിമേഷൻ തൊട്ട് അവരുടെ കോർപ്പറേറ്റ് സ്റ്റൈലിങ് അവരുടെ കോർപ്പറേറ്റ് ഡിസൈനും എല്ലാം. എനിക്ക് കൊറിയൻസിൻ്റെ ഡിസൈൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ സോഫ്റ്റ്വെയറിലാണെങ്കിലും അനിമേഷനാണെങ്കിലും ചെറിയ ടെക്സ്റ്റ് കൊടുക്കുന്നതാണെങ്കിലും അവരുടെ വൈറ്റ് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തേക്കുന്നതാണെങ്കിലും സൂപ്പർ. പിന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ അല്ലാതെ പറയാം ഫോൺ ത്രൂ ഔട്ട് ഭയങ്കര സ്നാപ്പിയാണ്. അതിപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് വെച്ച് അൺലോക്ക് ചെയ്യുമ്പോൾ മുതൽ സ്നാപ്പി, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ക്വിക്ക് ഫോണാണ്. സ്മോൾ ആൻഡ് ക്വിക്ക് ഫോണാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ 100 യൂസേജിന് പറ്റിയ സാധനമാണ്. ഒറ്റ കൈകൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കോർണേഴ്സും കാര്യങ്ങളൊക്കെ എത്താൻ പറ്റും. പിന്നെ ഡെക്സിൻ്റെ കണക്ക് ഒരുപാട് സാംസങ് ഫീച്ചേഴ്സ് ഉണ്ട്. ഡെക്സൊക്കെ ചിലവർക്ക് ഭയങ്കര ലൈഫ് സേവിങ് ഓപ്ഷൻസ് ഒക്കെ ആണെന്നാൽ ചിലവർ കമൻറ്റൊക്കെ പറഞ്ഞത്. സോ ഇറ്റ്സ് ഗുഡ് ടു നോ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇസ് സുപ്രീം ടോപ്പ് കാറ്റഗറി. കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്, ഭയങ്കര റിലയബിളാണ്. അതിനെല്ലാം ഉപരി അവർ 7 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. 7 വർഷം ഈ ഫോൺ ഉപയോഗിക്കുന്ന ദൈവത്തിനറിയാം. എന്തായാലും ഗുഡ് ടു നോ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ്
മേക്കിംഗ് ഫോൺ ബെറ്റർ, അതിനെ അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും റിയലി ഗുഡ്. ഇനി വേറെ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഗൈസ്, ശരിക്കും എല്ലാവർക്കും കമൻറ്റ് അയക്കണം, S23 എടുക്കണോ S24 എടുക്കണോ, S23 എടുക്കണോ S24 എടുക്കണോ. ഞാൻ പറയാൻ പോകും, നിങ്ങൾക്കൊരു 10,000 രൂപയൊക്കെ കൂടുതൽ കൊടുത്ത് S24 ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 10, 8 ആ ഒരു റേഞ്ച് കൊടുത്ത് S24 അപ്ഗ്രേഡ് ചെയ്യുന്നത്, നമ്മൾ S23 എടുക്കാൻ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്കൊരു ബെറ്റർ സോഫ്റ്റ്വെയർ സപ്പോർട്ടുള്ള ഫോൺ കിട്ടും, ഓവറോൾ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഫോൺ കിട്ടും. അതിനെല്ലാം ഉപരി S23 ബേസ് സ്റ്റോറേജ് 128, S24 256 നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബെറ്റർ സ്റ്റോറേജ് കിട്ടും, ത്രൂ ഔട്ട് ഒരു ചെറിയ പോളിഷ്ഡ് ഡിസൈൻ കിട്ടും, ബെറ്റർ സോഫ്റ്റ്വെയർ സപ്പോർട്ട്, ചെറിയ ബെറ്റർ ട്യൂൺഡ് ക്യാമറാസ് ആൻഡ് ബെറ്റർ ട്യൂൺ ഡിസ്പ്ലേ എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ പൊടി അപ്ഡേറ്റ്സ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനിലേക്കാണെങ്കിൽ ഒരു 10,000 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് S24 അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. പക്ഷേ ഒരു 10 രൂപയ്ക്ക് മേളിലൊക്കെയാണ് ഞാൻ പറയാം, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാം, നിങ്ങൾ S23 സെറ്റിൽ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ ഒരു ഫീച്ചറും മിസ് ഔട്ട് ചെയ്തില്ല, മേജർ ഫീച്ചർ ഒന്നും മിസ് ഔട്ട് ചെയ്തില്ല. കാരണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് S23 ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ചിലവാക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓർ ബെറ്റർ പോളിഷ് ഡിവൈസ് കിട്ടും. നത്തിങ് ന്യൂ ഒന്നും കിട്ടത്തില്ല, പുതുമയായിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഒരു 10 രൂപ അണ്ടറൊക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. അതിൻ്റെ മേളിലാണെങ്കിൽ സെറ്റിൽ വിത്ത് S23. സോ ഗൈസ്, ദാറ്റ് ഈസ് ഇറ്റ്. ഇറ്റ്സ് Sri here. Talk to you guys later.